ഗ്രോ ബാഗിലാണ് നമ്മൾ കപ്പലണ്ടി നട്ടത്. അപ്പോൾ നമ്മൾ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. കപ്പലണ്ടി ഒന്നിനും ഒരു കേടൊന്നുമില്ല. നമ്മളിത് നട്ട കപ്പലണ്ടി, ഗ്രോ ബാഗിൽ നട്ട കപ്പലണ്ടി ഇത് നല്ല രീതിയിൽ തന്നെ മുളച്ച് വന്നിട്ടുണ്ട്. ഇത് ഇലകളൊക്കെ വന്ന് കാര്യങ്ങൾ വന്ന് പൂവായിട്ടുണ്ട്. പൂവായപ്പോൾ ഇതാണ് പൂക്കളായി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ കുറച്ച് മണ്ണും വളങ്ങളൊക്കെ മിക്സ് ചെയ്ത് കൊടുക്കണം. പൂക്കളായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിൽ കപ്പലണ്ടി ഉണ്ടായി കിട്ടുള്ളൂ. പിന്നെ കപ്പലണ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ ഇതിന് അങ്ങനെ മറ്റുള്ള ചെടികളുടെ മാതിരി കേടുപാടുകളൊന്നും വരുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് ചെടികൾ കാണുമ്പോൾ തന്നെ അറിയാം കൂടുതൽ അങ്ങനത്തെ കുഴപ്പങ്ങളൊന്നും ഇല്ലാണ്ട് നിൽക്കുന്ന ചെടികളാണ്. അപ്പോൾ നമ്മൾ കപ്പലണ്ടി കുറച്ച് നട്ടിട്ടുണ്ടായിരുന്നു. അതിൻ്റെ വിളവെടുപ്പ് നടത്താമെന്ന് വിചാരിച്ചു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ മഴക്കാലം വന്നിട്ടുണ്ട്. അപ്പോൾ എന്തായാലും അത് പറിച്ചെടുക്കാം. അത് കണ്ട കപ്പലണ്ടി നന്നായിട്ട് ഉണ്ടായിട്ടുണ്ട്. ഇതാ കടാ. പിന്നെ നമുക്ക് കപ്പലണ്ടിക്ക് വേണ്ടിയിട്ട് പ്രത്യേകിച്ച് നമ്മൾ ഇനി ഇതൊന്നും തിരഞ്ഞെടുക്കേണ്ട ആവശ്യമില്ല. ഇതിപ്പോൾ എൻ്റെ കൊച്ചുമോനുണ്ട്, അവന് ഈ കപ്പലണ്ടി മിഠായി തിന്നാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ അവന് കപ്പലണ്ടി മിഠായി ഉണ്ടാക്കാൻ വേണ്ടി കൊണ്ടുവന്നു. അപ്പോൾ അതിൽ നിന്ന് 2 എടുത്ത് കഴിഞ്ഞിട്ട് ചാക്കിയിൽ കുഴിച്ചിട്ട് എന്തൊക്കെയാൻ എടാ നല്ല രീതിയിൽ തന്നെ ഉണ്ടാവുന്നുണ്ട് കേട്ടോ. നല്ല കപ്പലണ്ടിയാണ്. ഞാൻ നട്ടിട്ട് കപ്പലണ്ടി പാവിട്ടുണ്ടായിരുന്ന ഒരു ഗ്രോ ബാഗിലായിരുന്നു കേട്ടോ. എന്താ നോക്കിയേ കപ്പലണ്ടി കാണുന്നതാടെ. പിന്നെ ഉണ്ടല്ലോ ഇതാണ്ട ഇതിൻ്റെ കപ്പലണ്ടി ഞാൻ കാര്യം പറഞ്ഞത്. ഇതിപ്പോൾ മണ്ണിൽ ഇതിപ്പോൾ ഗ്രോ ബാഗിൽ നട്ടതിൻ്റെ പേരിലാണ് ഇതിൻ്റെ കണ്ട ഇവിടെ കടയമ വന്ന് ഇത് മണ്ണിൽ വേറെ ഇതിൻ്റെ എന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ നമുക്ക് മണ്ണിലൊക്കെ നടാനുണ്ടെങ്കിൽ ഈ തണ്ടുകൾ ഇങ്ങനെ പോകുമ്പോൾ കുറച്ചേശം നമ്മൾ മണ്ണിലേക്ക് മണ്ണൊന്ന് വെട്ടിയിട്ട് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെയൊക്കെ ഉണ്ടായി കിട്ടും കേട്ടോ. അപ്പോൾ ഈ തണ്ടിൻ്റെ ഈ ഗ്യാപ്പിലൊക്കെ ഉണ്ടാവും, ഇവിടെയൊക്കെ ഉണ്ടാവും. പക്ഷെ നമ്മൾ ഗ്രോ ബാഗിൽ നടന്നതിൻ്റെ പേരിൽ നമുക്കത് ചെയ്യാൻ പറ്റില്ലല്ലോ. അതിനൊരു ഉദാഹരണമാണ് അവിടെ ഇവിടെ ഉണ്ടായിരിക്കണടാ. അപ്പോൾ അങ്ങനെയൊക്കെ മണ്ണിൽ നടുമ്പോൾ അങ്ങനെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കിക്കോട്ടെ. അല്ലെങ്കിൽ ഗ്രോ ബാഗിലാണെങ്കിലും അങ്ങനെ ചെയ്യുന്നത്. അപ്പം നട്ടിട്ട് പിന്നെ ഞാൻ അങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. വേണ്ട ഇതാ കപ്പലണ്ടി. അപ്പോൾ കുഴപ്പമില്ലാതെ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. നല്ല കപ്പലണ്ടിയാണ്, നല്ല വലുപ്പമൊക്കെ ഉണ്ട് കേട്ടോ കപ്പലണ്ടിക്ക്. ഇത് നോക്കിയേ എടാ നല്ല വലുപ്പത്തിൽ തന്നെ വരുന്നുണ്ട്. അപ്പോൾ നമുക്കെല്ലാവർക്കും കൃഷി ചെയ്ത് കഴിഞ്ഞാൽ കപ്പലണ്ടി എളുപ്പത്തിലൊക്കെ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ നമ്മുടെ അത്യാവശ്യം നമ്മുടെ വീട്ടുകളിലേക്കൊക്കെ നമുക്ക് കപ്പലണ്ടി ഇതേമാതിരി ചെയ്തെടുക്കാം. 6 ഗ്രോ ബാഗിലാണ് നമ്മൾ കപ്പലണ്ടി നട്ടത്. അതിൽ നിന്ന് ഒരു 10 മണി കപ്പലണ്ടിയാണ് ഞാൻ നട്ടിരുന്നത്. ഇതിൽ നിന്ന് കിട്ടിയ കപ്പലണ്ടിയാണ് നിങ്ങൾ നോക്കി. എന്ത് നല്ല കപ്പലണ്ടിയാണ് നോക്കിയേ. നല്ല വലുപ്പവും കാര്യങ്ങളൊക്കെ ഉണ്ട് കേടാ. കേടാ നല്ല നോക്കിയ കപ്പലിൻ്റെ വലുപ്പം കണ്ടത്. അപ്പോൾ അതെ നല്ല രീതിയിൽ തന്നെ നമുക്ക് കിട്ടുന്നുണ്ട്. ഞാനേ ഇത് എങ്ങനെ നട്ടേന്നും കൂടി ഞാനൊന്ന് കാണിച്ച് തരാൻ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇടാം. ഞാൻ വെറുതെ നമ്മുടെ വെറുതെ കപ്പലണ്ടി വെറുതെ മണ്ണിൽ ഇളക്കി ഒന്ന് കുഴിച്ചിട്ടെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ നല്ല കുഴപ്പമില്ലാണ്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ നട്ട ഗ്രോ ബാഗാണ് ഈ കാണുന്നത് കണ്ട. അപ്പോൾ ഞാനേ കപ്പലണ്ടി ഈ നമ്മളിപ്പോൾ ഒന്ന് പറിച്ച കപ്പലണ്ടി ഉണ്ടല്ലോ അതിൻ്റെ നട്ട രീതിയും കൂടി ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇതിപ്പോൾ നമ്മൾ പറിച്ചെടുത്ത ഗ്രോ ബാഗ് തന്നെയാണ്, ചാക്കാണ് ഞാൻ അതിൽ നട്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇത് 4 മണി കപ്പലണ്ടി ഇതാണ്ട നമ്മൾ ഇതേമാതിരി 4 മണി കപ്പലണ്ടി എടുത്തിട്ട് ഇപ്പോൾ ഇതിൽ കൂടുതൽ വളങ്ങൾ മിക്സ് ചെയ്യേണ്ട, വെറും മണ്ണ് മാത്രം മതി. മണ്ണിന് നല്ല ഇളക്കം വേണമെന്ന് മാത്രമേ ഉള്ളൂ. അഥവാ നല്ല ടൈറ്റുള്ള മണ്ണാണെങ്കിൽ ഒട്ടിപ്പിടിക്കുന്ന മണ്ണുകളൊക്കെ ആണെങ്കിൽ കുറച്ച് നമ്മൾ മണലും കൂടി ചേർത്ത് ചെയ്യണത് നല്ലതായിരിക്കും. മണ്ണിന് ഇളക്കം കിട്ടും കേട്ടോ. ഉണ്ട് അപ്പോൾ ഇതിലിപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഒരെണ്ണമായിട്ട് മാത്രം കാണിച്ചു തരാമെന്ന് വെച്ചിട്ടാണ് ഞാൻ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇതിൽ വളങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ മറ്റുള്ള വളങ്ങളൊന്നും കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. കുറച്ച് ചാണപ്പൊടി മാത്രമാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അത് ഞാൻ കാണിച്ചിട്ടതേ. ഇപ്പം നമ്മളിത് കേട്ടോ ചാണം, ഈ ചാണപ്പൊടി ഇതിങ്ങനെ എടുത്തും കാഞ്ഞിട്ട് കുറച്ച് ഉണക്ക ചാണായിരുന്നു. അപ്പോൾ വെള്ളത്തിലിട്ട് വെച്ചിട്ടുള്ളതാണേ. അപ്പോൾ ഇതിങ്ങനെ എടുത്തും കാഞ്ഞിട്ട് വെറുതെ ഒന്ന് മണ്ണിലൊന്ന് ഇളക്കി കൊടുക്കുക.
പിന്നെ നമ്മൾ കപ്പലണ്ടി പറിച്ചതിലാണ് 4 മണിയാണ് ഈ പൂത്ത് കുത്തുന്നത്. 1 മണി, ഇവിടെ 2 മണി, ഇവിടെ ഒരു 3 മണി, ഒരു 4 മണി. അപ്പോൾ ഈ ഗ്രോ ബാഗിൽ ആയതിൻ്റെ പേരിലാണ് നമ്മളിതിങ്ങനെ ഈ 4 മണിയുമ്പോൾ ഇതിവിടെ അവസാനിപ്പിച്ചിരിക്കുന്നത്. ഇതിപ്പോൾ വലുതായുമ്പോൾ ഈ കടയമ തന്നെയാണ് ഇപ്പം ഇവിടെ നമ്മൾ പറിച്ചപ്പോൾ കണ്ടില്ലേ, അതാണ് ഈ കടയമ തന്നെ ഉണ്ടായിട്ടുള്ളത്. അല്ല നമ്മൾ മണ്ണിലാണ് നടണമെന്നുണ്ടെങ്കിൽ കുറച്ച് കൂടുതൽ നമുക്ക് നടണമെന്ന് തോന്നാണ്. ഭൂമി കൂടുതലുള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ കുറച്ച് ഭൂമി ഉണ്ടെങ്കിൽ ഈ നമ്മൾ മണ്ണ് കുറച്ച് പൊന്തിച്ച് നിർത്താം. കാരണം എന്താ പറയുക, നമ്മുടെ ഈ മധുരം കിഴങ്ങ് അല്ലെങ്കിൽ ചേമ്പ് അങ്ങനെയൊക്കെ നടുമ്പോൾ ഒരു 8 ഇഞ്ചെങ്കിലും മേലേതി കണ്ടത് ഈ കണത്തിലെങ്കിലും മണ്ണ് ഉയരത്തിൽ നിൽക്കണം, ഭൂമി ലെവലിൽ വിട്ടിട്ട്. എന്നിട്ട് അതിൻ്റെ മേലെ കുത്താണെങ്കിൽ കുഴപ്പം വരില്ല കേട്ടോ. പിന്നെ ഇതിൻ്റെ വിളവെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 90 ദിവസം ആകുമ്പോൾ നമുക്കിത് പറിച്ചെടുക്കാം. മഞ്ഞപ്പൂ വരുമ്പോൾ മണ്ണിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ മാതിരി തന്നെ ഈ കപ്പലണ്ടിയുടെ തൈ ഇങ്ങനെ കൂമ്പ് ഇങ്ങനെ വളഞ്ഞാണ് പോകുമ്പോൾ അതിൻ്റെ ചെറുതായിട്ട് അതിൻ്റെ മേലെ മണ്ണൊന്ന് തൂളി കൊടുക്കുക. ആ മണ്ണ് തൂളി കൊടുക്കുമ്പോൾ എന്ന് വെച്ചാൽ അവിടെ വേറെ കപ്പലണ്ടി ഉണ്ടാവും. ഇതിപ്പോൾ ഇവിടെ ഗ്രോ ബാഗിലായതിൻ്റെ പേരിൽ ഞാൻ കാണിച്ചതില്ലേ, ഗ്രോ ബാഗിലായതിൻ്റെ പേരിലാണ് അങ്ങനെ വന്നത്. അല്ലാന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ തന്നെ വന്ന് കിട്ടിയാനായിരുന്നു. അപ്പോൾ എന്തായാലും ഇനി ഞാൻ ചെയ്യണത് അങ്ങനെ ഞാൻ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അതിൻ്റെ പേരിലാണ് ഞാൻ പറഞ്ഞത്. പിന്നെ കപ്പലണ്ടി എന്ന് വെച്ചാൽ നമുക്ക് ചെയ്ത് കഴിഞ്ഞ് വേറെ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. ഈ ഒരു 10, 85, 90 ദിവസം ആകുമ്പോൾ നമുക്ക് പറിച്ചാൽ മതി. വേറെ ഒന്നും നോക്കാനില്ല, കേടുമില്ല, ഒന്നുമില്ല. ഈ പിന്നെ വേനൽക്കാലം നല്ല നനച്ച് കൊടുക്കട്ടെ, നന്നായിട്ട് നനച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു തന്നെ ഇതിന് വേനൽക്കാലം ഇപ്പോൾ. അപ്പോൾ അങ്ങനെയൊക്കെ ഒരു ഇതുണ്ട്. അപ്പോൾ കപ്പലണ്ടി നമുക്ക് ഏറ്റവും എളുപ്പത്തിനും ഒക്കെ ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. നമ്മുടെ വീട്ടിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഏറ്റവും എളുപ്പമായിട്ട് നമുക്ക് സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ് കേട്ടോ. അതിൻ്റെ പേരിലാണ് ഞാൻ പറയണത്. അപ്പോൾ എനിക്ക് കിട്ടിയതിൻ്റെ വലിയ സന്തോഷമായിട്ടുണ്ട്. ഇനി ഞാൻ നല്ല രീതിയിൽ തന്നെ കുറച്ച് കൂടുതൽ ചെയ്യാനുള്ള പരിപാടിയാണ്. അപ്പോൾ ഇതേമാതിരി തന്നെ നിങ്ങളും ഒന്ന് ചെയ്ത് നോക്കാം കേട്ടോ.